Hi, my name is Molly Punan. ഞാൻ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ഇന്ന് എനിക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് ഇല്ലാത്ത എല്ലാ സ്വാതന്ത്ര്യവും കൈപിടിച്ച് മേടിച്ച ഒരാളാണ്. ഇതൊരു ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ അത്ഭുതമുള്ളൊരു സംഭവമാണ് നമ്മുടെ കേരള സൊസൈറ്റിയിൽ. ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കൂടുതലും ഞാനൊരു സോഷ്യൽ വർക്കറും ഒരു പൊളിറ്റിക്സിന് വേണ്ടി ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മുടെ നാടിന് എന്തെങ്കിലും നന്നാൻ ഉള്ള ഒരു ചാൻസ് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഇതൊരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബിക്കോസ് പൊളിറ്റിക്സിന് വേണ്ടി ഒരുപാട് പൈസ കളയുന്നതിൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഒത്തിരി അഡ്വർടൈസ്മെൻറ്റും അല്ലെ ഫ്ലെക്സ് അല്ലെങ്കിൽ ക്യാമ്പയിനിങ് ഇതൊന്നും ചെയ്യാതെ പ്രവൃത്തിയിൽ കൂടി വോട്ട് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. കൂടുതലും ഞാൻ ഫുഡ് ഇൻഡസ്ട്രിയിലാണ് അറിയപ്പെടുന്നത്. അതാണ് എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്. ബിക്കോസ് ഞാനൊരു 17 വയസ്സിൽ 1979 ആരും ചെയ്യാത്തൊരു കാര്യമാണ് കേറ്ററിങ്. ആ പ്രൊഫഷനിൽ കൂടെ പബ്ലിക് ആയിട്ട് ബന്ധപ്പെടാൻ പറ്റിയ ഒരാളാണ്. അന്ന് ഒരുപാട് വർക്ക് ചെയ്തു, ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. പക്ഷേ ഫുഡാണ് എൻ്റെ ഏരിയ. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തയ്യൽ, ഡൈയിങ് ആർട്സ് അങ്ങനത്തെ ഇതെല്ലാം ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇപ്പം കൂടുതലും ഞാൻ ഫോർട്ട് കൊച്ചിയിലാണ്. എന്താ വെച്ചാൽ ഞാൻ ബിനാലിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആർട്ടിസ്റ്റിന് വേണ്ടിയും. ആർട്ടെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ കൂടുതലും ആർട്ട് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ആർട്ടിസ്റ്റ് വിൽക്കുന്നത് എബ്രോഡാണ്, ഫോറിൻ കൺട്രീസിലാണ്. അത് ഇവിടെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ബിനാലിക്ക് വേണ്ടി ഫോർട്ട് കൊച്ചി താമസിച്ചുകൊണ്ട് വർക്ക് ചെയ്യുകയാണ്. ബിനാലെ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ്, മിക്ക ആർട്ടിസ്റ്റും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിനോടുള്ള താല്പര്യം, ഞാൻ വളരെ ചെറുപ്പത്തിൽ ഞാൻ സിസ്റ്റീൻ ചാപ്പലിൽ പോയി ലിയനാർഡോ ഡവിൻസിയുടെ വർക്ക് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ഫാസിനേഷനാണ് ആർട്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നല്ലൊരു ആർട്ടിസ്റ്റാണ്. വീട്ടിൽ വരയ്ക്കാൻ സമ്മതിക്കത്തില്ല. പുള്ളി എൻജിനീയറും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഒക്കെ ആക്കാൻ നോക്കിയതിനെ പറ്റി പുള്ളി എൻജിനീയറും ആയില്ല, ആർട്ടിസ്റ്റും ആയില്ല. പിന്നെ എൻ്റെ കൊച്ചുമക്കളെന്ന് പറഞ്ഞാൽ മൂത്ത കൊച്ചുമോന് 4 വയസ്സിൽ ബിലോ ദ ഏജ് ഓഫ് 6 ഓൾ കേരള ഫസ്റ്റ് കിട്ടിയയാളാണ്. 2 കൊച്ചുമക്കളും വരയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക താല്പര്യമാണ് എനിക്ക് ആർട്ടിനോട്. അങ്ങനെയാണ് ഞാൻ ബിനാലയിൽ ഇത്രയും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇത് ബിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. എന്നു പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ആർട്ടിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി പലർക്കും വന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അത് ഒരുപാട് ടൈം എടുത്ത് ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ബിനാലെ. ഇവിടെ 97 വർക്ക്സ് എക്സിബിറ്റഡ് ഓർ ഇൻസ്റ്റലേഷൻസ് ഇവിടെയുണ്ട്. ഇത് നമ്മൾ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്താലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. 36 കൺട്രീസിൽ നിന്നുള്ള പല ആർട്ടിസ്റ്റാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ ബിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവരിത് കാണുന്നില്ല. പക്ഷെ ദൂരെ നിന്ന് ഒരുപാട് കൺട്രീസിൽ നിന്ന് ആൾക്കാർ വന്ന് ഇതിനായിട്ട് വന്ന് കാണുന്നുണ്ട്. അതിനെ ഒന്ന് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാനിന്ന് കൊച്ചിയിലുള്ളത്. ഫോട്ടോ ജേർണലിസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫോട്ടോഗ്രാഫി പണ്ടേ താല്പര്യമുള്ളതാണ്. പക്ഷേ പ്രാക്ടിക്കൽ രീതിയിൽ ഞാൻ തന്നെ എൻ്റെ ക്യാമറ ഹാൻഡിൽ ചെയ്യുമ്പം വളരെ ഈസിയാണ്. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിനെ അതിൻ്റെ ക്രൂവും എല്ലാം കൊണ്ട് നടക്കുമ്പം പലയിടത്തും പല സ്ഥലങ്ങളിൽ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ഫോട്ടോസ് ക്യാമറ കയ്യിലുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും ഒറ്റയ്ക്ക്. സോ ഐ ഡു മൈ ഓൺ സ്റ്റോറീസ്, ഐ ഡു മൈ ഓൺ ഫോട്ടോഗ്രാഫ്സ്. സോ ദാറ്റ് ഗിവ്സ് ഇറ്റ് എ പേഴ്സണൽ ടച്ച്. ഞാൻ എന്ത് കണ്ടാലും ഫോട്ടോ എടുക്കുന്ന ആളാണ്. അത് മിക്കവാറും ആൾക്കാർക്ക് അവയർനെസ്സിന് വേണ്ടി പല ആൾക്കാരും പല കാര്യങ്ങളെപ്പറ്റി അവെയറല്ല. ഞാൻ കൂടുതൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന ഫുഡ് ഫോട്ടോഗ്രാഫ്സാണ്. പിന്നെ ഏത് സ്ഥലത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഫോർട്ട് കൊച്ചിയിൽ ഈ ബോട്ടിൽ ആരും കയറാറില്ല. ആർക്കും അറിഞ്ഞുകൂടാ. ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ഫോർട്ട് കൊച്ചി ഓർ എറണാകുളം ഇസ് ദ ബോട്ട് റൈഡ്. ഇറ്റ് കോസ്റ്റ് ഓൺലി 4 rupees ആൻഡ് ഇറ്റ് ടേക്സ് ഓൺലി അബൌട്ട് 17 minutes. പലരും അഭിമാനം അല്ലെങ്കിൽ അന്തസ്സ് ഇതുകൊണ്ട് ബോട്ടിൽ കയറില്ല. പക്ഷേ ബോട്ടിങ് ആ ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് ഈ ബോട്ടിൽ ഫോർട്ട് കൊച്ചി ടു എറണാകുളം ആ ഒരു റൈഡ്. അത് ഞാൻ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഷിപ്പിൻ്റെയും ഒരുപാട് ബോട്ട്സിൻ്റെയും ഒക്കെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് ഞാൻ നെറ്റിലിടാറുണ്ട്. എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കൂടെ ഇത് പോപ്പുലറൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കുന്നവർ മിക്കവരോട് ബോട്ടിൽ കയറുന്ന കാര്യം പറയുമ്പോൾ അവർ പറയും നാണം കേടാന്ന്. ആ ഒരു കൺസെപ്റ്റാണ് മിക്കവർക്കും ഉള്ളത്. ഇങ്ങനത്തെ തെറ്റായ ധാരണകൾ തിരുത്താൻ വേണ്ടി കൂടെയാണ് ഞാൻ ജേർണലിസത്തിൽ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് കാര്യത്തെപ്പറ്റി എസ്പെഷ്യലി ഹോസ്പിറ്റൽസ്
ഓരോ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് അവയർനെസ് വളരെ കുറവാണ്. അതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, സെലിബ്രിറ്റീസ് ഇവരുടെയൊക്കെ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ കഥ പലപ്പോഴും ആ കഥ പലരും അറിയുന്നില്ല. അത് ആൾക്കാരിലോട്ട് പകർത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം. എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സ്വന്തമായിട്ട് കഥയെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ഫിലിം ആക്കുവാണ്. ബേസിക്കലി ഐ എം എ സോഷ്യൽ വർക്കർ ആൻഡ് എ പൊളിറ്റീഷ്യൻ. ഇതാണിപ്പോൾ എൻ്റെ പാഷൻസ്. അപ്പം എൻ്റെ ഓൺ ഓട്ടോബയോഗ്രഫിക്കൽ ഫിലിം ഇറങ്ങിക്കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും വൈ ഐ എം വർക്കിംഗ് ഫോർ ദാറ്റ്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലൈഫ് സ്റ്റോറി വേറെ ഒരാൾക്ക് പകർത്തി കൊടുക്കുക. എനിക്കെന്ന് പറഞ്ഞാൽ പല കൺഫ്യൂഷൻസ് ഒരുപാട്. ഇപ്പോൾ എനിക്ക് 55 വയസ്സായി. എൻ്റെ ലൈഫിൽ ആർക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് എനിക്ക് പലരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നു പറഞ്ഞാൽ ആ ടൈംലി ഒരു അഡ്വൈസോ അല്ലെ ടൈംലി ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒന്ന് പങ്കിടുമ്പം പലരുടെയും വലിയ പ്രശ്നങ്ങൾ വളരെ ചെറിയ പ്രശ്നങ്ങളായിട്ട് മാറും, പ്രശ്നമില്ലാതാകും. അതിനുവേണ്ടിയാണ് ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ജീവിതത്തിൽ ഫേസ് ചെയ്ത ഒരാളാണ് പല രീതിയിൽ. ഇപ്പം ബിസിനസ് ആണെങ്കിലും ടെൻഷനാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും ഇതൊന്നും ആരും പറഞ്ഞു തരുമില്ല, ആർക്കും കറക്റ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇന്ന് എനിക്ക് പറ്റും. എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളായത്. ഇറ്റ് ഈസ് വെരി വെരി ഈസി. ഇത് മുഴുവൻ ഞാൻ സഫർ ചെയ്തു. ആ സഫറിങ് അലിവേറ്റ് ചെയ്യാനാണ് ഇന്ന് എൻ്റെ ശ്രമം. അത് വളരെ സിമ്പിളായിട്ട് ബേസിക്കലി ഇറ്റ്സ് യുവർ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഒരു പ്രോബ്ലം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അത് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇതെൻ്റെ ശ്രമം. ഇത് മാനേജ് ചെയ്യുന്ന ബേസിക്കലി എൻ്റെ കേറ്ററിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. കേറ്ററിംഗ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് പല സ്ഥലത്ത് പല ആൾക്കാർക്ക് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ് കേറ്ററിങ്. ആ എക്സ്പീരിയൻസാണ് ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ബിക്കോസ് മൾട്ടി ടാസ്കിങ് എന്ന് പറയും. ഞാൻ പല ദിവസങ്ങളിൽ 5-6 ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട്. എന്നു പറഞ്ഞാൽ നമ്മളുടെ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ സിംഗിളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതൊക്കെ മാറി. എന്നു പറഞ്ഞാൽ ഇന്നൊരു കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്താൽ എനിത്തിങ് ഈസ് ഈസി. ആ എക്സ്പീരിയൻസ് ആണ് ഇന്ന്. ബിക്കോസ് ബേസിക്കലി എനിക്ക് ടൈമിന് ഭയങ്കര വിലയാണ്, പൈസയ്ക്ക് യാതൊരു വിലയില്ല. അപ്പോൾ ഈ ടൈം എത്രത്തോളം കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യാവോ അതാണ് ഞാൻ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഇന്ന് പൊളിറ്റിക്സ് തന്നെയാണ്, സോഷ്യൽ വർക്കും. പൊളിറ്റിക്സ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് ദേഷ്യം വരും. ഞാൻ ആരോടെങ്കിലും പൊളിറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ പണിയൊന്നുമില്ല എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നമുക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റും. എന്നാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഒരു പാർട്ടിയായിട്ട് ഞാൻ മെമ്പറല്ല, പക്ഷേ പല പാർട്ടിയുടെ സപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് BJP പാർട്ടി ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ്. ഇപ്പം ഞാൻ ലോക്കൽ കേരള പൊളിറ്റിക്സിൽ ഞാൻ ഇടപെടത്തേയില്ല. ബട്ട് ഐ ഡീൽ വിത്ത് ദ സെൻറ്റർ. എന്താവശ്യവും പറഞ്ഞാൽ അവർ നടത്തിത്തരും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ അവയർനെസ്സോ അല്ലെ അൺഅവയർനെസ്സോ കൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ്. അത് പൊളിറ്റിക്സിൽ ഇപ്പം പാർട്ടി മെമ്പറാണെങ്കിൽ നമുക്ക് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ നേരമേ ഉള്ളൂ. ഞാനിതിലൊന്നും ഇല്ലാത്തപ്പം ഞാൻ ഫ്രീയാണ്. സോ ഓരോ ആവശ്യം, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിക്കർ പോളിസി ഇറ്റ്സ് ടോട്ടലി റോങ്. ഇപ്പം ഗുജറാത്തിൽ യു ക്യാൻ ഡ്രിങ്ക്, ബട്ട് പബ്ലിക് റോഡിൽ കിടന്ന് നമ്മൾ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളകത്തായിരിക്കും. ഇപ്പം കേരളത്തിൽ തന്നെ പണ്ട് കാർ ഓടിക്കുമ്പം കള്ളു കുടിച്ചു മനുഷ്യർ ഓടിക്കുക. ഇപ്പം റൂൾ സ്ട്രിക്റ്റ് ആയപ്പോൾ ആരും ചെയ്യുന്നില്ല. ഇതുപോലെ റൂൾസ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അൺനെസസറി ആയിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കില്ല. ഓൾ ദീസ് റൂൾസ് ഹാവ് ടു ബി എൻഫോഴ്സ്ഡ്. അത്രേ ഉള്ളൂ. അത് സിമ്പിളാണ്. പക്ഷേ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദ ഗവൺമെൻറ് കനോട്ട് ഡു എനിത്തിങ്. ഇപ്പോൾ ഒരുപാട് സ്റ്റുപ്പിഡ് റൂൾസ് ഒത്തിരി ഉണ്ട് നമ്മുടെ നാട്ടിൽ. അത് ഞാൻ ചെയ്യുന്ന ജസ്റ്റ് കറക്ഷൻസ്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഹോട്ടൽസിലൊക്കെ ഈ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു വലിയ തലവേദനയാണ് ഹോട്ടലുകാർക്ക്. അപ്പം ഞാനൊരു ജെനുവിൻ ന്യായമായിട്ടുള്ള, ഇപ്പം ഹോട്ടൽസിൽ അൺഹൈജീനിക് ഫുഡ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പക്ഷേ അതുകൊണ്ടൊരു ഹാരസ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ഒരു ഹോട്ടൽ നടത്താൻ പറ്റത്തില്ല. അതിന് റീസണബിളായിട്ടുള്ളൊരു ഇതിനു വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോട്ടൽ റിവ്യൂസ് അങ്ങനെയുള്ള എന്ത് ചെയ്താലും ഞാൻ ജെനുവിനായിട്ടുള്ള ചെയ്യത്തുള്ളൂ. എനിക്ക് പൈസ ആവശ്യമില്ല. ഞാൻ പൈസ കണ്ടു, പൈസയുടെ വില മനസ്സിലായി. ഇത്രയ്ക്കൊന്നും പൈസ വേണമെന്ന് എനിക്കിപ്പം താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ സോഷ്യൽ വർക്ക്
ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ട് ജെറിയാറ്റിക് കെയറാണ്, പ്രായമുള്ളവരുടെ കെയർ. അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഓൺ ഫാദർ, ഇപ്പം എൻ്റെ ഫാദറിനെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ഹീസ് ഓൾഡ്, ഹീസ് 87. അവരൊട്ടും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ 24 hours അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുപിടിക്കും. അതിനെക്കാട്ടിലും ദേ ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് വെരി പീസ്ഫുള്ളി, വെരി കംഫർട്ടബിളായിട്ട്. വേറെ ഒരാൾ ഇപ്പോൾ 24 hours നമ്മൾ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. ഒരു ബാച്ച് ബൈ ബാച്ച് അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കലി മാറുന്ന ആൾക്കാർ നോക്കുമ്പോൾ നോ പ്രോബ്ലം. ഇപ്പം ഓൾഡ് ഏജ് ഹോംസാണ് അതിന് ഏറ്റവും ആപ്റ്റ്. അതിനുവേണ്ടിയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മെൻ്റൽ കെയർ. ഇപ്പോൾ ഒരു കള്ളുകുടിയനായാലും വട്ടുള്ള ആളാണെങ്കിലും ചെറിയ പേഴ്സണാലിറ്റി പ്രോബ്ലം ഉള്ളതാണെങ്കിലും ഇവർക്കെല്ലാം ട്രീറ്റ്മെൻറ്റ് ഒരേ രീതിയിലാണ്. ബിക്കോസ് അതിലൊരു ഡിഫറൻസിയേഷൻ കാണിക്കുന്നില്ല. ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലം ഉള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ കെയർ ആവശ്യം. പക്ഷേ നമ്മൾ അവരെ വട്ടനാണ്, അല്ലെങ്കിൽ വട്ടാണ്, അല്ലെങ്കിൽ ആൽക്കഹോളിക്കാണ്. ഈ ആൽക്കഹോളിസത്തിന് എന്തിനാണ് മനുഷ്യർ പോകുന്നത്? ബിക്കോസ് അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ്, അതിനൊരു എസ്കേപ്പിസമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ പ്ലാൻ എനിക്ക് 1000 crore റിസർച്ച് മിഷൻ, ഫ്രീ ഹോസ്പിറ്റൽ ആൻഡ് പൊളിറ്റിക്സ്. ഒരു 5 വർഷമേ ഉള്ളൂ ഞാൻ പൊളിറ്റിക്സിന്, നാഷണൽ പൊളിറ്റിക്സ് നിൽക്കത്തുള്ളൂ. 10 years, maybe another 5 years in international politics. അതോടുകൂടി ഇപ്പം ഐ ഡോണ്ട് എഗ്രി വിത്ത് ഒരാൾ പൊളിറ്റിക്സിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും മാറിക്കൊടുക്കത്തില്ല. മാറിക്കൊടുക്കണം. യൂത്തുണ്ട്, പുതിയ ജനറേഷന് ചാൻസ് കൊടുക്കണം. അത് നമ്മുടെ പൊളിറ്റീഷ്യൻസ് മിക്കവാറും ആരും അത് പാലിക്കാറില്ല. അതിന് ഐ എം ടോട്ടലി അഗെയിൻസ്റ്റ് ദാറ്റ് പോളിസി. ബിക്കോസ് 5 years ഇഫ് ഐ ക്യാൻ ഡു സംതിങ്, ദാറ്റ് ഈസ് മൈ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി. സ്ത്രീകൾ അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. ഒന്നാമത് സെക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇസ് എ ക്ലോസ്ഡ് സബ്ജക്റ്റ്. സെക്സിൽ അവയർനെസ്സാണ് ആദ്യമേ കൊടുക്കേണ്ടത്. ആണുങ്ങൾക്കാണേലും പെണ്ണുങ്ങൾക്കാണേലും. ഈവൻ ഇൻ സ്കൂൾസ് they should be educated in sex. ബിക്കോസ് ഈ അവയർനെസ് ഇല്ലാത്തതും പിന്നെ മിക്ക ആണുങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണ് ഈ റേപ്പും അങ്ങനെയുള്ള സബ്ജക്ട്സ്. പിന്നെ പെണ്ണുങ്ങളാണെങ്കിലും ദേ ഷുഡ് ഓൾസോ ബി വെരി കോൺഷ്യസ്. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരാൾക്കും റേപ്പ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അത്ര സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ വിമനും അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കുന്നതായിരിക്കത്തില്ല. ഇപ്പം ഭാവനെ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ. ഈ കുട്ടി ഇത് വിളിച്ചു പറഞ്ഞു, അത് പറഞ്ഞതുകൊണ്ട് ഇതൊരു ഓപ്പൺ സബ്ജക്റ്റായി. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രീകോഷൻസും അതിനുള്ള സേഫ് ഗാർഡ്സും ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും. മിക്കവരും ഇത് പറയാറത്തില്ല, ബിക്കോസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോശക്കാരാവും. പക്ഷെ ആ കുട്ടി ഏറ്റവും കൂടുതൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അത് എങ്ങനെ അതിന് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. ഐ സപ്പോർട്ട് ഹർ. ഇനിയും ഒന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും വളരെ സിമ്പിളായിട്ട് ആൾക്കാരെ കുറ്റം പറയും. കാര്യം മനസ്സിലാക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അത് ചെയ്യരുതെന്ന് മാത്രമേ പറയുന്നു. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടേതായ റീസൺസ് കാണും, അവരവരുടേതായ ജസ്റ്റിഫിക്കേഷൻ കാണും. ഇത് നമ്മൾ സിംപ്ലി ചുമ്മാ ഒരാളെ ലൂസ് ക്യാരക്ടർ അല്ലെങ്കിൽ മോറലി ബാഡ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് റിയലി ഗുഡ്. നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് സംസാരിക്കണം. വേറെ ഒരാളെ ജഡ്ജ് ചെയ്യുന്നു, ബിക്കോസ് എല്ലാവർക്കും അവരവരുടേതായ റീസൺസ് കാണും. എന്തെങ്കിലും എല്ലാ പെണ്ണുങ്ങളും ഒരുപാട് പേര് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ജേർണലിസം ചെയ്യുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ആവശ്യമില്ലാത്ത വർക്ക് ചെയ്യേണ്ടി ഒന്നും കാര്യമില്ല. പക്ഷേ മിക്കവരും ഇപ്പം ഞാൻ എസ്പെഷ്യലി ഈ വലിയ ബിഗ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിൻ്റെ അവിടുത്തെ ലേഡീസ് എല്ലാം വളരെ കൊച്ചു പിള്ളേരാണ്. ആ 3rd ജനറേഷനും 4th ജനറേഷനും കൺസ്ട്രക്റ്റീവ്ലി ഓക്യുപ്പൈഡാണ്. അവർ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊസൈറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഫീൽ എവറിബഡി ഷുഡ് ബി കൺസ്ട്രക്റ്റീവ്ലി ഓക്യുപ്പൈഡ്. ബിക്കോസ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെപ്പറ്റി ഓർക്കാൻ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് എൻ്റെ ഒരു ഫീലിംഗ്.